അങ്ങനെ ദുരിതത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം 24 അതിൽ 20 പേരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. സുരേഷ് വെള്ളിമുറ്റം ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. സുരേഷ്, 20 പേരെ തിരിച്ചറിഞ്ഞു, അവരുടെ പട്ടികയൊന്ന് വായിച്ചാൽ നന്നായിരുന്നു. പ്രജീഷ്, ഇതിൽ ചെറിയൊരു ആശയക്കുഴപ്പമുണ്ട്. ഈ 20 പേരിൽ പറയുന്നതിൽ പത്തനംതിട്ടയിൽ നിന്ന് പറയുന്ന ഒരാളും ആലപ്പുഴ ചെങ്ങന്നൂർ പാണ്ടനാട് നിന്ന് പറയുന്ന ഒരാളും, ഇത് രണ്ടും ഒരാൾ തന്നെയാണ് എന്നുള്ള ചെറിയൊരു ആശയക്കുഴപ്പം. ആലപ്പുഴ ചെങ്ങന്നൂർ പാണ്ടനാട് സ്വദേശി മാത്യു തോമസ് അവസാനമായി ലിസ്റ്റിൽ വന്നിട്ടുള്ള ആള്, അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള പത്തനംതിട്ട നിരണം സ്വദേശിയായി പറഞ്ഞ ആള്, ഇത് രണ്ടും ഒന്നു തന്നെയാണെന്നും അദ്ദേഹം ഇപ്പോൾ നിരണത്താണ് താമസിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആശയക്കുഴപ്പം എന്നുള്ളൊരു വാർത്ത കൂടി ഉണ്ട്. അക്കാര്യത്തിൽ ഒരു വ്യക്തത വരാനുണ്ട്. നമുക്ക് ഏതായാലും 24 മരണം എന്നുള്ളത് തന്നെയാണ്, മലയാളി മരണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഈ നമ്മുടെ നോർക്ക റൂട്ട്സിന്റെ ഭാഗത്തു നിന്നൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തന്നെയാണോ ആൾ എന്നുള്ള ഒരു വ്യക്തത കൂടി അക്കാര്യത്തിൽ വരാനുണ്ട്. ഇപ്പോൾ പ്രധാനമായും പുതിയ വിവരങ്ങൾ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നുമുള്ള 5 പേർ മരിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. ഈ ആകെ മരണം, ഇന്ത്യക്കാരുടെ മരണം 45 ആണ് എന്നുള്ളൊരു വിവരം വരുന്നുണ്ട്. 43 എന്ന് നമ്മൾ പറഞ്ഞിരുന്നത് 45 ആണ് എന്നുള്ളതാണ് ഒടുവിൽ സ്ഥിരീകരണം വരുന്നത്. കുവൈറ്റിൽ തൊഴിലാളികൾ താമസിച്ചിരുന്ന കെട്ടിടത്തിന് തീപിടിച്ച് ആകെ മരിച്ചത് 45 ഇന്ത്യക്കാർ, അതോടൊപ്പം 3 ഫിലിപ്പൈനുകാർ, ഒരാളെ തിരിച്ചറിയാത്തവർ, അങ്ങനെ 49 പേരെന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വരുന്നത്. ഇന്ത്യക്കാരിൽ 5 പേർ തമിഴ്നാട്ടിൽ നിന്നുമുള്ളവർ എന്നുള്ളത് സ്ഥിരീകരണം വരുന്നു. 24 പേർ മലയാളികൾ എന്ന് നോർക്കയുടെ സ്ഥിരീകരണവും വരുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ആളുകൾ, ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നുമുള്ള ആളുകളൊക്കെ തന്നെ മരിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ പേര് വിവരങ്ങളും എല്ലാം വരുന്നതേ ഉള്ളൂ. പിന്നീട്